ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് സ്വാഗതം. തുടർച്ചയായ 3 ട്രേഡിംഗ് ഡേയിൽ റെഡിൽ ക്ലോസ് ചെയ്ത നിഫ്റ്റി ഇന്ന് 26,000-ന് മുകളിൽ കയറിയെന്ന് മാത്രമല്ല, ഇത് സെക്കൻഡ് ഹയസ്റ്റ് ക്ലോസിംഗ് ആണ് ഇന്ന് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ US മാർക്കറ്റിൽ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള എക്കണോമിക് ഡാറ്റകളും അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം 2 ഫെഡ് റിസർവ് ഒഫീഷ്യൽസ് റേറ്റ് കട്ട് തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന സിഗ്നൽ നൽകിയതും ഇന്നലെ US മാർക്കറ്റിൽ എല്ലാ ഇൻഡെക്സുകളും പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ കാരണമായിരുന്നു. അത് ഏഷ്യൻ മാർക്കറ്റിലെ ഷെയറുകളിലും വമ്പിച്ച ഒരു മുന്നേറ്റം ഉണ്ടാക്കി. കൂടാതെ റഷ്യ ഉക്രൈൻ വാർ ഒരു സമാധാനത്തിലേക്ക് നീങ്ങുകയാണ് എന്ന ഒരു അന്തരീക്ഷം ഓൾറെഡി രൂപപ്പെട്ടു വരുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ യൂറോപ്യൻ മാർക്കറ്റും ഇന്നലെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. അങ്ങനെ ഗ്ലോബലായിട്ട് നോക്കുകയാണെങ്കിൽ വളരെ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഗ്ലോബൽ ക്യൂസ് ആണ് നമ്മൾ മൊത്തത്തിൽ കാണുന്നത്. അപ്പോൾ ഈ റഷ്യ ഉക്രൈൻ വാർ അവസാനിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ക്രൂഡ് ഓയിൽ പ്രൈസ് സ്റ്റെബിലൈസ് ചെയ്യാൻ അത് കാരണമാകും. ഇപ്പോൾ നിലവിൽ നമ്മൾ കാണുന്നത് WTI ക്രൂഡ് $57 എന്ന ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ആണെങ്കിൽ $62 എന്ന ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒക്ടോബർ 22 ശേഷമുള്ള ഏറ്റവും ലോവസ്റ്റ് ലെവലിലാണ് ഇപ്പോൾ നമുക്ക് ക്രൂഡ് ഓയിൽ പ്രൈസുകൾ കാണുന്നത്. അപ്പോൾ ഈ ഉക്രൈൻ റഷ്യ വാർ അവസാനിക്കുന്നത് വേറൊരർത്ഥത്തിൽ ഇന്ത്യ US ട്രേഡ് ഡീലിൻ്റെ ഒരു തീരുമാനത്തിലേക്ക് വളരെ പെട്ടെന്ന് എത്താനുള്ള ഒരു സാധ്യതയാണ് തെളിഞ്ഞു വരുന്നത്. കാരണം റഷ്യൻ ക്രൂഡ് പർച്ചേസുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയുടെ മേൽ US അഡീഷണൽ താരിഫ് അടിച്ചേൽപ്പിച്ചത്. അപ്പോൾ ഉക്രൈൻ റഷ്യ വാർ അവസാനിക്കുന്നതോടുകൂടി ആ ഒരു താരിഫിന്റെ പ്രസക്തി നഷ്ടപ്പെടുകയും സ്വാഭാവികമായിട്ടും അതില്ലാതാവുകയും ചെയ്യും. അതിന്റെ ഒരു ഓപ്റ്റിമിസവും കൂടി ഇന്ന് നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിയും. അതുപോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് JP മോർഗൻ പുറത്തുവിട്ടതായിട്ട് കാണാം. അവരുടെ ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു പ്രഡിക്ഷൻ ആണത്. അതിലവർ പറയുന്നത് FY 27 ആകുമ്പോഴത്തേക്കും ബ്രന്റ് ക്രൂഡ് $30 താഴുമെന്നാണ് അവരുടെ പ്രവചനം. അപ്പോൾ ഓയിൽ കൺസംഷൻ കൂടുമെങ്കിലും ആ ഡിമാൻഡിനെ മറികടക്കുന്ന രീതിയിലുള്ള സപ്ലൈ ആണ് വരുന്നതെന്നാണ്. പ്രത്യേകിച്ച് നോൺ ഒപെക് പ്രൊഡ്യൂസേഴ്സ് അവരുടെ പ്രൊഡക്ഷൻ വലിയ തോതിൽ വർദ്ധിപ്പിച്ചത് തീർച്ചയായിട്ടും ക്രൂഡ് ഓയിൽ പ്രൈസ് വലിയ തോതിൽ താഴോട്ടേക്ക് വരാൻ കാരണമാകുമെന്നാണ് അവരുടെ പ്രവചനം. അപ്പോൾ അത്തരത്തിൽ $30 ക്രൂഡ് ഓയിൽ വരികയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തോതിൽ ഗുണം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. 70-80% ഇന്ത്യയുടെ കൺസംഷൻ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ടിലൂടെയാണ് വരുന്നത്. അപ്പോൾ അത് നമ്മുടെ എക്കണോമിയിൽ ഉണ്ടാക്കാൻ പോകുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് വളരെ വലുതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇന്ന് മാർക്കറ്റിനെ മുന്നോട്ട് നയിച്ചതെങ്കിലും നമ്മൾ ടെക്നിക്കൽ ചാർട്ടുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് അതിൻ്റെ 9-ഡേ മൂവിംഗ് ആവറേജും 20-ഡേ മൂവിംഗ് ആവറേജിനും ഒക്കെ മുകളിലാണ്. അപ്പോൾ 26,200 അതുപോലെ 26,277 എന്ന ലെവല് അത് ഒരു സെല്ലിംഗ് സോണാണ്. അവിടെ ശക്തമായ ബിയേഴ്സ് നിലയുറപ്പിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു പുൾ ബാക്ക് റാലി എപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ ഒരു ലെവല് നമ്മൾ തീർച്ചയായിട്ടും വാച്ച് ചെയ്യേണ്ട ഒരു ലെവലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഈ 26,000-ന് മുകളിലുള്ള നിഫ്റ്റിയുടെ ആ ഒരു സസ്റ്റെയിൻ ആയിട്ടുള്ള ഒരു പ്രോഗ്രസ് നമുക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 26,400 26,500 ലെവലിലേക്ക് പോകാനുള്ള പൊട്ടൻഷ്യൽ നിഫ്റ്റിയിലുണ്ട്. എന്നാൽ ഡൗൺ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 25,800 അതുപോലെ 25,750 ലെവലുകൾ ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ടാണ്. ആ ഒരു സപ്പോർട്ട് ലെവലിൽ താഴോട്ടേക്ക് പോകാത്ത കാലത്തോളം ഒരു ഫ്ലാറ്റ് ബുള്ളിഷ് ലെവലിൽ തന്നെയാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. F&O മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് 26,500 എന്ന ലെവലാണ് ഹയസ്റ്റ് കോൾ സൈഡ് ഓപ്പൺ ഇൻട്രസ്റ്റുകൾ ഇപ്പോൾ കാണുന്നത്. പുട്ട് സൈഡിലാണെങ്കിൽ 26,000 ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ്. അപ്പോൾ 26,000-ന് മുകളിലുള്ള ഒരു വ്യൂ ആണ് മൊത്തത്തിൽ മാർക്കറ്റിൽ കാണുന്നത്. എങ്കിൽ പോലും 26,200-ഉം 26,277 എന്നുള്ള ഓൾ ടൈം ഹൈ വരെയുള്ള ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യാതെ ഫ്രഷ് ബൈങ് നടത്തുന്നത് ചിലപ്പോൾ ഗുണകരമാകണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബൈ ഓൺ ഡിപ്സ് സ്ട്രാറ്റജി തന്നെയാണ് ഇപ്പോഴും സക്സസ് ആവുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സെക്ടോറൽ ഇൻഡെക്സുകൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സെക്ടറുകളും 1% കൂടുതലുള്ള മുന്നേറ്റം നടത്തിയതായിട്ട് കാണാം. മെറ്റൽ സെക്ടറാണ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് മുന്നേറുന്ന മറ്റൊരു സെക്ടറാണ് ഇന്ത്യൻ PSU ബാങ്കിൻ്റെ ഒരു സെക്ടർ. നമുക്കറിയാം PSU ബാങ്കിൻ്റെ മെർജർ അത് ഏകദേശം യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ റിപ്പോർട്ടുകളാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മെർജറിലൂടെ ഇപ്പോൾ നിലവിലുള്ള 12ഓളം PSU ബാങ്കുകൾ ഒരുപക്ഷെ 6-7 എന്ന ലെവലിലേക്ക് ചുരുങ്ങാനുള്ള സാധ്യതയാണുള്ളത്. അപ്പോൾ അതിലൂടെ ടോപ്പ് 100 ഗ്ലോബൽ റാങ്കിങ്ങിലേക്ക് ഇന്ത്യൻ ബാങ്കുകളെ കൊണ്ടുവരിക എന്നതാണ് ഈ ഒരു മെർജറിലൂടെ ലക്ഷ്യം വെക്കുന്നത്. കാരണം ഇത്തരം മെർജർ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഫൈനാൻഷ്യൽ ബുക്ക് സ്ട്രോങ് ആവും, ബാഡ് ഡെറ്റുകളൊക്കെ ട്രിം ചെയ്യാൻ എളുപ്പമാണ്. അതുപോലെ ഡിജിറ്റൽ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ബൂസ്റ്റ് ചെയ്യും. അതുപോലെ ഗ്ലോബലായിട്ടുള്ള ഒരു കോമ്പറ്റേറ്റീവ്നെസ്സും വർദ്ധിക്കും. PSU ബാങ്കിങ് സിസ്റ്റത്തിലുള്ള 6 ബാങ്കുകൾ അതിന് മേർജ് ചെയ്യാൻ ബാക്കിയുള്ളത് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, യൂക്കോ ബാങ്ക്, പഞ്ചാബ് സിന്ധ് ബാങ്ക് തുടങ്ങിയ ബാങ്കുകളാണ്.
അപ്പോൾ 1993 മുതൽ ഇന്ത്യയിലെ ബാങ്കിങ് മേജറുകൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ 2017 ഏപ്രിലായിരുന്നു SBI അതിൻ്റെ 6ഓളം പ്രധാനപ്പെട്ട അസോസിയേറ്റ് ബാങ്കുകൾ മേജ് ചെയ്ത് ഒരു ബാങ്കായി മാറിയത്. അതിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബെക്കാനീർ ആൻഡ് ജയ്പൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പട്യാല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, അതുപോലെ ഭാരതീയ മഹിളാ ബാങ്ക് എന്നീ ബാങ്കുകളാണ് മേജ് ചെയ്തിട്ട് SBIയിൽ ഒറ്റ ബാങ്ക്, അങ്ങനെ ഇന്ത്യയിലെ ലാർജസ്റ്റ് PSU ബാങ്കായിട്ട് SBI മാറുകയും ചെയ്തത്. അതിനുശേഷം 2019 കാര്യമായിട്ടുള്ള മെർജറിങ് നടന്നത്. അന്ന് ബാങ്ക് ഓഫ് ബറോഡയിൽ വിജയ ബാങ്കും ദേന ബാങ്കും ലയിച്ചുകൊണ്ട് ഇന്ത്യയിലെ 3rd ലാർജസ്റ്റ് PSU ബാങ്കായിട്ട് ബറോഡ ബാങ്ക് മാറുകയുണ്ടായി. പിന്നീട് ഒരു മെർജർ നടക്കുന്നത് 2020 ഏപ്രിലാണ്. അവിടെ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും ലയിച്ചുകൊണ്ട് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇന്ത്യയിലെ 2nd ലാർജസ്റ്റ് PSU ബാങ്കായി മാറുകയുണ്ടായി. പിന്നീട് ഒരു മെർജർ നടന്നത് 2020 ഏപ്രിലിൽ കനറ ബാങ്കും സിൻഡിക്കേറ്റ് ബാങ്കും തമ്മിലുള്ള ലയനമാണ്. അതിനുശേഷം കനറ ബാങ്ക് 4th ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്കായിട്ട് മാറുകയുണ്ടായി. അതേ വർഷം തന്നെ ഏപ്രിലിൽ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയും ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കും ലയിക്കുകയുണ്ടായി. അങ്ങനെ യൂണിയൻ ബാങ്ക് 5th ലാർജസ്റ്റ് PSU ബാങ്കായിട്ടും മാറുകയുണ്ടായി. അതേ വർഷം തന്നെ ഏപ്രിലിൽ ഇന്ത്യൻ ബാങ്കും അലഹബാദ് ബാങ്കും മേർജ് ചെയ്തിട്ട് ഇന്ത്യൻ ബാങ്ക് 7th ലാർജസ്റ്റ് PSU ബാങ്കായിട്ട് മാറുകയുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ മേർജറുകളും ഇതിനു മുമ്പ് നടന്നിട്ടുള്ളത് ഏപ്രിൽ മാസത്തിലാണ്. കാരണം നമ്മുടെ ഫൈനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ മാസത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന ഈ 6 ബാങ്കുകളുടെ മെർജർ ഒരുപക്ഷെ വരുന്ന ഏപ്രിൽ മാസത്തിലായിരിക്കും എന്നാണ് പൊതുവെ മീഡിയ റിപ്പോർട്ടുകൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൂടാതെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇത്തരം PSU ബാങ്കുകളിൽ വർദ്ധിപ്പിക്കുവാനുള്ള ഒരു തീരുമാനവും ഗവൺമെന്റ് കൈക്കൊണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മുന്നേറ്റമാണ് നമുക്കിപ്പോൾ PSU ബാങ്കിൽ കാണാൻ കഴിയുന്നത്. അതുപോലെ ഇന്ന് നിഫ്റ്റി 50 സ്റ്റോക്കുകളിൽ ഭൂരിഭാഗം സ്റ്റോക്കുകളും ഇന്ന് അഡ്വാൻസ് ചെയ്തപ്പോൾ 4-5 സ്റ്റോക്കുകൾ മാത്രമാണ് ഡിക്ലൈൻ ചെയ്തത്. അതിൽ ഏറ്റവും വലിയ ലൂസറായിട്ട് ഇന്ന് കാണുന്നത് എയർടെൽ ആണ്. അപ്പോൾ ഭാരതി എയർടെൽ ഇന്ന് 1.6% ഡൗൺ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കാരണം ആ സ്റ്റോക്കിൽ നടന്നിട്ടുള്ള ഒരു ബ്ലോക്ക് ഡീലാണ്. ഇന്ത്യൻ കോണ്ടിനെന്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന പ്രൊമോട്ടർ ഗ്രൂപ്പ് അവർ ഏകദേശം 3.4 കോടി ഷെയറുകളാണ്, ഏകദേശം 7200 കോടിയുടെ ഷെയറുകളാണ് ഒരു ബ്ലോക്ക് ഡീലിലൂടെ വിൽക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഏകദേശം മൊത്തം കമ്പനിയുടെ സ്റ്റേക്കിൻ്റെ 0.6% ആണെന്ന് കാണാം. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു 0.6% കൂടി പ്രൊമോട്ടർ ഹോൾഡ് സെല്ലുകയാണെങ്കിൽ ഭാരതി എയർടെലിൻ്റെ പ്രൊമോട്ടർ ഷെയർ ഹോൾഡ് 50%-ൽ താഴെ വരും. അപ്പോൾ കഴിഞ്ഞ 6 മാസം നമ്മൾ കാണുന്നത് ഇത് 3ാമത്തെ ബ്ലോക്ക് ഡീലാണ് ഭാരതി എയർടെൽ നടക്കുന്നത്. കാരണം നവംബർ 7 സിങ്ടെൽ എന്ന് പറയുന്ന സിംഗപ്പൂർ ബേസ്ഡ് ടെലികോം മേജർ ഇതിൽ 0.8%-ന്റെ ഒരു സ്റ്റേക്ക് സെല് ചെയ്തിരുന്നു. 10,600 കോടിയുടെ ഒരു ഡീലായിരുന്നു. അതിനു മുമ്പ് ഓഗസ്റ്റ് 8 ഇതേ ഇന്ത്യൻ കോണ്ടിനെന്റ് ഇൻവെസ്റ്റ്മെന്റ് അവരുടെ 0.8% സ്റ്റേക്ക് അന്ന് സെയിൽ ചെയ്തിരുന്നു. 9,300 കോടിക്കാണ് അന്ന് സെയിൽ നടന്നത്. അപ്പോൾ അതേ ഇന്ത്യൻ കോണ്ടിനെന്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇപ്പോൾ അവരുടെ സ്റ്റേക്ക് വീണ്ടും കുറക്കുന്നത്. അപ്പോൾ അത് നിലവിലുള്ള ഷെയർ പ്രൈസിൽ നിന്നും 3% ഡിസ്കൗണ്ടിലാണ്, ഏകദേശം 2097 എന്നുള്ള ഒരു പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു ബ്ലോക്ക് ഡീലിലേക്ക് അവർ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ എയർടെല്ലിൽ നിന്നും അതിൻ്റെ പ്രൊമോട്ടേഴ്സ് അവരുടെ സ്റ്റേക്ക് ഇങ്ങനെ കുറക്കുന്നതിൽ നിന്നും ഇൻവെസ്റ്റേഴ്സ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ വാല്യുവേഷൻ ഹൈ ആയെന്നും ഈ ഒരു ലെവലിൽ പ്രൊമോട്ടേഴ്സ് മാക്സിമം പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി അവരുടെ ഷെയർസ് സെല്ല് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് എയർടെൽ സ്റ്റോക്ക് ഇനിയുള്ള ഫ്രഷ് ബൈയിങ് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനെന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇന്ന് നിഫ്റ്റി 500 സ്റ്റോക്കുകളിൽ ഏറ്റവും അധികം റാലി നടന്ന സ്റ്റോക്ക് നാറ്റ്കോ ഫാർമയാണ്. 10% കൂടുതലുള്ള ഒരു റാലിയാണ് ഇന്ന് സ്റ്റോക്കിൽ നടന്നത്. 924 എന്ന പ്രൈസിലാണ് ഇപ്പോൾ സ്റ്റോക്ക് കാണാൻ കഴിയുക. ഇപ്പോൾ കഴിഞ്ഞ 3 ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് ഏകദേശം 2.6% ഡൗൺ ആയ ഈ സ്റ്റോക്കാണ് ഇപ്പോൾ ഈ രീതിയിലുള്ള ഒരു തിരിച്ചുവരവ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഡൗൺ ആണുള്ള ഒരു കാരണം US-ന്റെ ഒരു ഇൻസ്പെക്ഷൻ ടീം ഇവരുടെ മണാലിയിലുള്ള പ്ലാന്റ് അതിൽ ഇൻസ്പെക്ഷൻ നടത്തിയിരുന്നു. അതിൽ ചില ഒബ്സർവേഷൻസും അവർ കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള ഇൻസ്പെക്ഷനും ഒബ്സർവേഷനും ഒരു പ്രൊസീജിയറായിട്ടുള്ള ഒരു കാര്യമാണെന്നും അത് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒബ്സർവേഷൻ, കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒബ്സർവേഷനുമാണെന്ന് നാറ്റ്കോ ഫാർമ മാനേജ്മെൻറ്റ് അറിയിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്റ്റോക്കിൽ ഒരു റിക്കവറി ഉണ്ടായിട്ട് കാണാം. അപ്പോൾ നമുക്കറിയാം ഈ നാറ്റ്കോ ഫാർമ എന്ന് പറയുന്നത് അതിൻ്റെ ഹൈയിൽ നിന്ന് 35% കറക്റ്റ് ചെയ്ത സ്റ്റോക്കാണ്. അതിൻ്റെ 52 വീക്ക് ഹൈ ആയിട്ടുള്ള 1500 നിന്നാണ് സ്റ്റോക്ക് 126 എന്ന ലെവലിലേക്കൊക്കെ താഴത്തേക്ക് വന്നത്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ PE റേഷ്യോ 9.7 എന്നുള്ള അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള ഒരു PE-യിലാണ് ഈ സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയുക. അതുപോലെ തന്നെ പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കുവാണെങ്കിലും അണ്ടർ വാല്യൂഡ് ആണ്. 1.96 എന്നുള്ള ഒരു പ്രൈസ് ടു ബുക്ക് വാല്യൂ ആണ് കാണുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കിൽ പൊട്ടൻഷ്യൽ ആയിട്ടുള്ളൊരു 18% ഒരു അപ്സൈഡ് സാധ്യതയാണ് പൊതുവെ അനലിസ്റ്റുകൾ കാണുന്നത്. എങ്കിലും ഫ്രഷ് ബൈയോ അല്ലെങ്കിൽ പാനിക് സെല്ലിങ്ങോ ഈ സ്റ്റോക്കിൽ ഇപ്പോൾ നടത്തുന്നത് ഗുണകരമാകണമെന്നില്ല. എന്നാൽ നിലവിൽ സ്റ്റോക്ക് കയ്യിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. കാരണം ഇതിൻ്റെ
RSI നമുക്ക് കാണുന്നത് ഓവർ സോൾഡോ അല്ലെങ്കിൽ ഓവർ ബോട്ട് സോണിലോ അല്ലാതെ ഒരു ന്യൂട്രൽ പൊസിഷനിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ സ്റ്റോക്ക് തീർച്ചയായിട്ടും നമുക്ക് വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്തുകൊണ്ട് നിരീക്ഷിക്കേണ്ട ഒരു സ്റ്റോക്കായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. അടുത്തൊരു സ്റ്റോക്ക് ഇന്ന് 1.74% മുന്നോട്ട് പോയ നിഫ്റ്റി 50 സ്റ്റോക്കാണ് ഇൻഫോസിസ്. അപ്പോൾ ഇൻഫോസിസിൻ്റെ ഷെയർ ബൈബാക്ക് അതിന് വമ്പിച്ച ഒരു അംഗീകാരമാണ് മാർക്കറ്റിൽ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ കറണ്ട് പ്രൈസിൽ നിന്നും ഏകദേശം 17% ഓഫർ കൊടുത്തുകൊണ്ട് 1800 എന്ന പ്രൈസിലാണ് ഈ ബൈബാക്ക് ഓഫർ ഇവർ മുന്നോട്ട് വെച്ചത്. അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് November 14 അപ്പോൾ ഇവിടെ പല ലീഡിംഗ് പ്രൊമോട്ടേഴ്സും ഒക്കെ ഈ ബൈബാക്കിൽ പങ്കെടുക്കാത്തതുകൊണ്ടും പൊതുവെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനും മറ്റ് ജനറൽ ഷെയർ ഹോൾഡേഴ്സിനും കൂടുതൽ സബ്സ്ക്രിപ്ഷൻ ഓഫർ കിട്ടാൻ സാധ്യതയുള്ളതുമായ ഒരു ബൈബാക്ക് ഓഫറായിരുന്നു ഇത്. അപ്പോൾ ഇൻഫോസിസിൻ്റെ ആ ഒരു ബൈബാക്ക് 50 കോടി ഷെയറുകളിലേക്കുള്ള ഓർഡറുകളാണ് കിട്ടിയിട്ടുള്ളത്. അതായത് ഓവർ സബ്സ്ക്രിപ്ഷൻ അത്രമാത്രം ഹൈ ആയിരുന്നു. അത് ഓഫർ സൈസിൻ്റെ ഏകദേശം 5 മടങ്ങ് അധികമായിട്ടുള്ള ഓർഡറുകളാണ് ഇൻവെസ്റ്റേഴ്സ് മുന്നോട്ട് വെച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്ലൈ ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഇത് കിട്ടണമെന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ FIIസിൻ്റെ ആ ഒരു ട്രേഡിംഗ് ഡാറ്റ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരിന്ന് 4700 കോടിയോളം നെറ്റ് ബൈങ് നടത്തിയായിട്ട് കാണാം. FIIs കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഇതേപോലെ ഈ 4000 കോടിക്ക് മുകളിലുള്ളൊരു ബൈങ് നടത്തുകയും 4000 കോടിക്കുള്ള ഒരു സെല്ലിംഗ് നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പിന്നീട് വിൽക്കാനുള്ള ഒരു വാങ്ങലാണോ എന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.